കാളിദ, ദൗത്യം വിജയകരമായി പൂർത്തിയായാൽ അങ്ങ് മടങ്ങിപ്പോകുമെന്നല്ലേ പറഞ്ഞത്? ദയവായി അങ്ങയുടെ കയ്യിലുള്ള സയനൈഡ് കൂടി എനിക്ക് തരൂ, ഞാൻ വേഗം മരണത്തെ പുൽകട്ടെ. പഹർത്തലിയിലെ യൂറോപ്യൻ ക്ലബ് ആക്രമണത്തിൽ മുറിവേറ്റ ആ സിംഹിണിയുടെ ധീരത സ്ഫുരിക്കുന്ന മുഖത്തേക്ക് കാളി കിങ്കർദേ നിർനിമേഷനായി നോക്കി നിന്നു. അവരുടെ നെഞ്ചിലേറ്റ മുറിവിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകുകയായിരുന്നു. പരിക്ഷീണയാണെങ്കിലും സായുധ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കണമെന്ന തൻ്റെ സ്വപ്നം സാധിക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തി ആ 21-കാരിയുടെ മുഖത്ത് കാളി കിങ്കർദേക്ക് കാണാൻ കഴിയുമായിരുന്നു. അവൾ വീണ്ടും അപേക്ഷിച്ചു, കാളിദ, അങ്ങ് തിരിച്ചു പോകൂ, പക്ഷേ കൈവശമുള്ള സയനൈഡ് എനിക്ക് തരൂ. പിന്നെ കാളിദ ഒട്ടും അമാന്തിച്ചില്ല. തൻ്റെ പക്കലുണ്ടായിരുന്ന സയനൈഡ് കാളിദ ആ യുവതിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഝാൻസി റാണിക്ക് ശേഷം ഒരുപക്ഷെ സായുധ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത് ബലിദാനം ചെയ്ത ആദ്യ വനിതയെന്ന് നമുക്കവരെ വിശേഷിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പ്രതിലത വഡേദാർ. ആധുനിക ഭാരതീയ വനിതകൾ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിട്ടിറങ്ങണമെന്ന് പ്രഖ്യാപിച്ച് സായുധ പോരാട്ടത്തിനിറങ്ങി ജീവൻ വെടിയുമ്പോൾ അവളുടെ പ്രായം വെറും 21 വയസ്സ്.